എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac.in/pg2024/index.php എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് PG കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടും PG കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു വേക്കൻസി പൊസിഷൻ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വേക്കൻസി പൊസിഷനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓരോ കോളേജും ഏതൊക്കെ PG കോഴ്സുകൾക്കാണ്, അതുപോലെ ഏത് കാറ്റഗറിയിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ എല്ലാ കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 11/8/2024 വരെയാണ് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഇന്നാണ് ഈ ഒരു PG കോഴ്സിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനും അതുപോലെ പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ, കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷനും, പ്രൊഫൈൽ എഡിറ്റിംഗ് എന്നിവ ഈ ഒരു 11-ാം തീയതി, അതായത് ഇന്ന് വരെയാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് 12-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, അതായത് കോളേജ് ജോയിനിങ് 13-ാം തീയതി വരെയും, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 14-ാം തീയതി പ്രസിദ്ധീകരിക്കുകയും കോളേജ് ജോയിനിങ്, അതായത് അഡ്മിഷൻ എടുക്കേണ്ടത് 16 മുതൽ 17-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾ SC ST OEC വിഭാഗം ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് ഇനത്തിൽ വരുന്നത് 200 രൂപയും മറ്റുള്ളവർക്ക് 1030 രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ അപേക്ഷ സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.